നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകളായി നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി കേരളത്തിൽ സന്ദർശനങ്ങൾ നടത്തുന്നുണ്ട്. അതും പല മതവിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരുമായി സന്ദർശനം നടത്തുന്നുണ്ട്. 2024 നിയമസഭാ ഇലക്ഷൻ മുന്നിൽ നിൽക്കെ കേരളത്തിൽ ഒരു സ്ഥാനമുറപ്പിക്കാനുള്ള BJPയുടെ തന്ത്രം മാത്രമാണോ ഈ നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള തുടർ സന്ദർശനങ്ങൾ? ജനങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. ചേട്ടൻ്റെ പേരെന്താ? ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പൊ തുടർച്ചയായിട്ട് കേരളത്തിലേക്ക് വീണ്ടും സന്ദർശനം നടത്തുന്നുണ്ട്. അപ്പൊ ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള ഒരു തന്ത്രമാണോ? ചേട്ടന്റെ അഭിപ്രായം എന്താണ്? അത് എന്റെ അഭിപ്രായം പറയുന്നത് BJPയുടെ അടിത്തറ കേരളത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി മാത്രം. മനസ്സിലായി. കഴിഞ്ഞ ഈ അടുത്ത് തേവരയിൽ വന്നിട്ട് പോയിട്ടുണ്ട്. കുറെ യുവാക്കൾ കയ്യിലെടുത്തിട്ടുണ്ട്. എങ്ങനെയാലും കേരളം BJP പിടിച്ചെടുക്കും എന്ന ഒറ്റ വാശിയോടും കൂടിയാണ് പുള്ളി സന്ദർശനം നടത്തുന്നത്. ഓക്കെ, ആ സന്ദർശനങ്ങൾക്ക് എന്തെങ്കിലും ഗുണകരമായ റിസൾട്ട് ഉണ്ടാകുമോ? കേരളത്തിന് ഗുണകരമായിട്ട് ഉണ്ടാകുന്ന തോന്നുന്ന സംശയമാണ്. BJP ഒരിക്കലും അത് കേരളം പിടിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു നിഗമനം. എനിക്കങ്ങനെ തന്ത്രമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇവിടെ ആരെങ്കിലും ഒക്കെ വരണ്ടേ? ഇപ്പൊ തന്ത്രമാണെങ്കിലും ഇപ്പൊ എന്താ, അത് മനുഷ്യന്മാർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കും. മനസ്സിലായ? മനുഷ്യന്മാർക്ക് ബോധം, ഇവിടെ ഉള്ള ആൾക്കാർക്ക് ബോധം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. വളരെ റയർ ആയിട്ടുള്ള ആൾക്കാർ, കുറച്ച് നല്ല ആൾക്കാരും ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും വിചാരിച്ചാലൊന്നും ഇപ്പൊ കേരളം രക്ഷപ്പെടില്ലല്ലോ. പിന്നെ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇവിടെ ആർക്ക് വോട്ട് ചെയ്താലും എന്താ പറയുക, കേരളത്തിലുള്ള ആര് ഭരിച്ചിട്ടും കാര്യമില്ല. ബ്രിട്ടീഷുകാർ ഭരിച്ച് അതിന് നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിലും നല്ലത് അതിനിപ്പോൾ തോന്നുന്നുണ്ട്. ഇവിടെ ആര് ഭരിച്ചാലും കണക്കാം. BJP എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കേരളത്തിൽ എനിക്ക് ഒരു രാഷ്ട്രീയത്തിലും ഇന്ന് ഭരിക്കാൻ പറ്റിയ ഒരാൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ BJP എന്ന് പറയുന്നത് എന്തായാലും കേരളം അംഗീകരിക്കണില്ലെങ്കിലും നരേന്ദ്രമോദിനെ ലോകം അംഗീകരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു ഭരണത്തേക്കാൾ കൂടുതലും നല്ല ഭരണം തന്നെ ആയിരിക്കും. ഒരിക്കലും ഇല്ല. ഒരു പ്രധാനമന്ത്രി പറഞ്ഞതിനെ വേണ്ടി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പ്രധാനമന്ത്രി കേരളത്തിൽ വന്നാൽ നമുക്ക് അത്ര നല്ലതാണ്. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വന്നിട്ടില്ല, ഇന്ദിരാഗാന്ധി വന്നിട്ടില്ല. വല്ലപ്പോഴും പ്രധാനമന്ത്രി പറഞ്ഞാൽ വല്ലപ്പോഴേ ഉള്ളൂ. ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ സാറ് അടിപൊളി, എല്ലാ മനുഷ്യനായിട്ട് ഇടപെടുന്ന ആളാണ്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളെ BJP പ്രസ്ഥാനം അത്രയേ ഉള്ളൂ. മന്ത്രി എന്ന് പറയുന്ന ഒരാള് ഇലക്ഷന് നിന്ന സമയത്തൊക്കെ അയാൾ ഒരു രാഷ്ട്രീയപരമായിട്ടെന്ന് പറയും. ഇപ്പോൾ ആ കക്ഷിക്കാരെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ തന്നെ ഉണ്ട്. നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിൽ വന്നാലും ഇപ്പോൾ ചെന്ന് ചെയ്യുന്നതായാലും ഇന്ത്യയിൽ മുഴുക്കെ ചെയ്യുന്ന കാര്യങ്ങളായാലും നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം തന്നെ ഇവിടെ ഈ റോഡുകൾ പലതും വരുന്നത് നമ്മുടെ കേരള സർക്കാർ ചെയ്തതിൻ്റെ എന്തെങ്കിലും ഇതുവരെ പൂർത്തീകരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതെല്ലാം കേന്ദ്രത്തിൻ്റെയാണ്, ഈ വരുന്ന കംപ്ലീറ്റ് കേന്ദ്രത്തിൻ്റെയാണ്. പക്ഷേ അത്, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷേ നമുക്കിപ്പോൾ ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയണം. BJPക്ക് ഇവിടെ സീറ്റ് ഉണ്ടാകും കേരളത്തിൽ, ഉറപ്പായിട്ടും ഉണ്ടാകണം. എന്നാലേ അതിനൊരു മാറ്റം. എല്ലാം ഭരിച്ച് കോൺഗ്രസ് ഭരിച്ച്, കമ്മ്യൂണിസ്റ്റ് ഭരിച്ച്, ഇപ്പോൾ അവരൊക്കെ എവിടെ പോയി? കമ്മ്യൂണിസ്റ്റിനെ തൂത്തുകൂട്ടി ഒരു മൂലയെ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ. ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തേലും ഒരു കാര്യത്തിനത് നോക്കട്ടെ. മെനങ്ങാന്ന് നമ്മുടെ പ്രധാനമന്ത്രി വന്ന് ഗുരുവായൂർ വന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് എത്ര സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി തലശ്ശേരിയിൽ നിന്ന് കയറി എറണാകുളം വരെ വന്നതിന്, ആ തലശ്ശേരി മുതൽ എറണാകുളം വരെ റെയിൽവേ സ്റ്റേഷനിൽ 1 കിലോമീറ്ററിൽ 50 പോലീസിനെ വെച്ച് നിർത്തി. എന്ത് കാര്യത്തിന്? ഇതൊക്കെ ആരുടെ പണം? നമ്മുടെ സാധാരണപ്പെട്ട ആൾക്കാരുടെ പണം. ആ പണം വെച്ച് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്തിന്? എന്ത് കാര്യത്തിന്? എല്ലാ ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്ത ആരുമില്ല, നക്കിക്കൂ. പക്ഷേ ഇത് മൊത്തത്തിലെടുത്ത് കുടിക്കുന്ന പണിയാണ് ഇവിടെ കാണിച്ചു വിടുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പക്ഷേ ഇപ്പം മനസ്സുകൊണ്ടങ്ങ് മാറിയത്. കാരണം ഇവിടെ കാണിക്കുന്ന ഒരേ കാര്യങ്ങൾ അതേ രീതിയിലല്ലേ കാണിച്ചു വിടുന്നത്. അതിനകത്തെ ഒരു കാര്യം പറയാം, 100ക്ക് 110% ഇവിടെ BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കും. ഇലക്ഷൻ്റെ തന്ത്രമൊക്കെ രാഷ്ട്രീയമായിരിക്കും. അവരുടെ ഇലക്ഷൻ തന്ത്രമാണ് അതിൻ്റെ ഇത്. നമ്മുടെ വികസനം കൂടെ നാട്ടിൽ ജനങ്ങളെ അറിയിക്കണ്ടേ, അതിനു വേണ്ടിയാണ് വരുന്നത്. ഇപ്പം തന്നെ 4000 കോടിയുടെ വികസനം ഉദ്ഘാടനം ചെയ്തില്ലേ. അപ്പം ഞാൻ ഒരു BJPക്കാരനല്ല, നമ്മളങ്ങനെ ഒരു രാഷ്ട്രീയത്തിലും ഇല്ലാത്ത ഒരാളാണ്. അപ്പം പുള്ളി വന്നത് ഒരു 4000 കോടി വികസനം, പിന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം പ്രധാനം. BJP തന്നെ വരും. കേരളത്തിലല്ല, കേരളത്തിൽ BJPക്ക് ഇല്ല, ഒരു സീറ്റ് കിട്ടും തൃശ്ശൂർ. അയാൾ അതുപോലെ അവിടെ അധ്വാനിച്ച് കാശും മുടക്കി സുരേഷ് ഗോപി. ഒരുപാട് സാധാരണക്കാർക്ക്
സാമ്പത്തികമായിട്ടും എല്ലാം സഹായിച്ചു. പിന്നെ അയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ മാർക്കറ്റൊക്കെ വിപുലീകരിച്ചു. ഈ പാർട്ടിയിലുള്ള ആൾക്കാർ പോലും അയാൾക്ക് വോട്ട് ചെയ്യും. കാരണം അതുപോലെ ഒരുപാട് സഹായങ്ങൾ സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് എന്താണെന്ന് വെച്ചാൽ ഇലക്ഷനൊക്കെ അടുത്ത് വരുമ്പോൾ എല്ലാവരും ചെയ്യും. പിന്നെ ഈ ഭരണത്തിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്ദർശനം അവർക്ക് എല്ലാവർക്കും നടത്താൻ പറ്റുള്ളൂ. ഭരണമില്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും എവിടെയെങ്കിലും പോകണമെങ്കിൽ അവരുടെ സ്വന്തം പോക്കറ്റും ചിലവാക്കണം. കേരളത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഇപ്പോൾ സുരേഷ് ഗോപിനെ നിർത്തിയേക്കുന്നത്. സുരേഷ് ഗോപി ഒരിക്കലും ആക്ഷൻ ഹീറോയാണ്. അയാളെ വല്ലാണ്ട് വേറെ നിർത്തി കഴിഞ്ഞാൽ ജയിക്കും. BJPക്ക് നേടണമെന്നാണ് എൻ്റെ ആഗ്രഹം. BJP മാത്രമേ ഇവിടെ ഇല്ലാണ്ടുള്ളൂ. അപ്പൊ ആ ഒരു പാർട്ടിയും കൂടി വരട്ടെ. പാർട്ടി ഉണ്ട്, കാരണം 6000 ശാഖകൾ കേരളത്തിലുണ്ട്. ആ ബിജെപിക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് കേരളത്തിലാണ്. കേരളത്തിലാണെങ്കിൽ അവിടെ വിജയിക്കണില്ലല്ലോ. അപ്പൊ അതെന്താണെന്ന് അറിയണമെങ്കിൽ ഈ പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും കിട്ടണം അവർക്ക്. അതും വലിയൊരു ഭാഗമാണ്. അതായത് അദ്ദേഹം ഒരു ഉദ്ഘാടന പരിപാടിക്കാണ് വന്നതെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ നമ്മളുടെ കല്യാണം ഉണ്ടായിരുന്നു. അതപ്പോൾ പാർട്ടി പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു ലക്ഷ്യം കൂടെ അദ്ദേഹത്തിനുണ്ടാവും. പാർട്ടി രാഷ്ട്രീയക്കാരല്ലേ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത് രാഷ്ട്രീയ കുതന്ത്രം. അവരുടെ നിലനിൽപ്പ്, അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ വരുന്നു, ഇങ്ങനെ പ്രചരണങ്ങൾ നടത്തുന്നു, പോകുന്നു. അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. കേരളത്തോട് പ്രധാനമന്ത്രിക്ക് ഒരു ആഭിമുഖ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളതിൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അത് തന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെ. അല്ലെങ്കിൽ പിന്നെ ഈ സമയത്ത് വരേണ്ട കാര്യമില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പ് തന്ത്രം ഫലം കാണുമോ? 2024 തെരഞ്ഞെടുപ്പില് ബിജെപിക്ക് എന്തെങ്കിലും കേരളത്തിൽ നിന്ന് നേടാനാകും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സീറ്റും കിട്ടൂല. കിട്ടൂല. ജനങ്ങൾ വർഗീയതക്കെതിരാ കേരളത്തിൽ കാണുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. ഏത് ഒരു ഈ രാജ്യത്തിൻ്റെ എവിടെയും പോകാനുള്ള അവകാശം അധികാരം അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയല്ലേ. തെരഞ്ഞെടുപ്പ് വരുമ്പം ഇപ്പം മെയിനായിട്ട് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് തന്നെ അതിപ്പം സുരേഷ് ഗോപി അവിടെ ഒരു സ്ഥാനാർത്ഥിയാണ് ആവും BJPയുടെ. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എൽസെല്ല് തന്ത്രമാണ്. എൽസെല്ല് തന്ത്രമായിട്ടുള്ള പരിപാടി. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എൽസെല്ല് തന്ത്രമാണ്. BJP കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ അക്രമങ്ങളുണ്ടാവും. BJP കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മത രാഷ്ട്രീയങ്ങളായിരിക്കും, ജാതി പ്രശ്നങ്ങളുണ്ടാവും. അതാണ് BJP ജയിക്കുള്ളൂ. വേറെ പാർട്ടിയെ പോലെയല്ല BJP. അക്രമങ്ങൾ അഴിച്ചുവിടുക. അതാണ് BJPയുടെ കഴിവ്.